ഈശോയിലെ ഏറ്റവും സ്നേഹം പറഞ്ഞവരെ, ഇന്ന് ഈ വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒത്തിരി വർഷങ്ങൾക്ക് മുൻപേ നിങ്ങളെപ്പോലെ ഇതേപോലെ ബെഞ്ചിലൊക്കെ ഇരുന്ന് സൺഡേ സ്കൂളിൽ പഠിച്ച് ഒത്തിരി വഴക്കൊക്കെ കൂടി ഒത്തിരി സന്തോഷിച്ച് കളിച്ച് ഉല്ലസിച്ച് കടന്നുപോയൊരു കാലഘട്ടത്തെ ഓർക്കുകയാണ്. അതിനുശേഷം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സെമിനാരിയിൽ പോയി. സെമിനാരിയിലെ ബ്രദറായ സമയത്ത് ഇങ്ങനത്തെ ഈ വിശ്വാസോത്സവത്തിലൊക്കെ പങ്കെടുക്കുവാനും അതിനെ നയിക്കുവാനൊക്കെ ആയിട്ട് ഞങ്ങൾ ബ്രദർമാരായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അച്ഛനായതിനു ശേഷം ഒത്തിരി കാലം ഇവിടെ സജീവമായിട്ട് നിൽക്കുവാനായിട്ട് സാധിച്ചിരുന്നില്ല. കാരണം പറഞ്ഞാൽ മഹാരാഷ്ട്രയിലായിരുന്നു. അവധി കിട്ടിയാലും വന്നാലും 1-2 ദിവസം കിട്ടി അങ്ങനെ തിരിച്ചു പോകുമായിരുന്നു. എന്നാലും ഇവിടെ വരുന്ന സാഹചര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇടവപ്പള്ളിയിൽ വരിക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈദികനാകാനും പിന്നീട് ആ വിശ്വാസം പ്രഘോഷിക്കാനൊക്കെ ആയിട്ട് ഉത്തേജനം ലഭിച്ചത് ഈ സൺഡേ സ്കൂളിൽ നിന്ന് തന്നെയാണ്. കാരണം ഓരോ പ്രാവശ്യം പാട്ട് പാടാനും പ്രസംഗം പറയാനും സ്റ്റേജിൽ കയറാനും ഒക്കെ ആയിട്ട് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന അച്ഛന്മാരും നമ്മുടെ അധ്യാപകരും എല്ലാം നമ്മെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ഉത്തേജനം എന്നും മനസ്സിൽ കൊണ്ടുവരുന്നതുകൊണ്ടാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട് ഇന്ന് സാധിക്കുന്നത്. ആയതിനാല് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയുവാനുള്ളത് ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഇന്ന് നിങ്ങൾ വിശ്വാസ പ്രഖ്യാപന റാലിയും ഒക്കെ ആയിട്ട് തൊണ്ട പൊട്ടി മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അപ്പോൾ ഈ നിമിഷം നിങ്ങളോട് പറയുക, ഇന്ന് നിങ്ങൾ വിളിച്ച ആ മുദ്രാവാക്യങ്ങളുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ടുള്ള ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ 12ാം ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പള്ളിയിൽ പോകാതെ അല്ലെങ്കിൽ പള്ളിയോട് അടുത്ത് ജീവിക്കാതെ മാറി നിൽക്കുന്നവരായി മാറരുത്. ഇത്രയും കാലം പഠിച്ച ആ വിശ്വാസം അത് മുൻപോട്ടുള്ള ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് ക്രിസ്ത്യാനിയായിട്ട്, ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായിട്ട്, ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായിട്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട്, ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റിയാലിറ്റിയിൽ ജീവിക്കുന്നവരല്ല, ഒരു ഇമാജിനറി വേൾഡില്, സാങ്കല്പിക ലോകത്തില്, ഫാന്റസിയുടെ ലോകത്തില് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. കാരണം എപ്പോഴും നമുക്ക് ആഘോഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ മാത്രമാണ് ഇഷ്ടം. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ജീവിതത്തിൽ അടിയുറച്ച് നിൽക്കുവാനായിട്ടും കൂടുതൽ സന്തോഷത്തോടും കൂടുതൽ തെളിമയോടും കൂടി മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. ആയതിനാല് നമ്മുടെ ഇവിടെയുള്ള സാഹചര്യങ്ങൾ അതെന്തുമായിക്കോട്ടെ അതിനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനായിട്ട് സാധിക്കണം. വീടുകളിലൊക്കെ ഇന്ന് കുട്ടികളെ വഴക്ക് പറയുന്നത് കുറവാണ്. നിങ്ങളെ വഴക്ക് പറയാറുണ്ടോ? അടി കിട്ടാറുണ്ടോ? ഉണ്ടോ? കിട്ടാറുണ്ടല്ലേ? അത് നല്ല കാര്യമാണ്. എന്നുവെച്ചാല് എല്ലായിടത്തും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ഒരു കൊച്ചു ഗ്രാമമായിട്ട് അതിന്റെ ഒരു നന്മയുണ്ട്. അത് ഇന്ന് വരെയും നഷ്ടപ്പെട്ടിട്ടില്ല. ആ അടി കിട്ടുന്നതും വഴക്ക് പറയുന്നതും, പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ വരുമ്പോൾ സ്കൂളിൽ നിന്ന് വഴക്ക് പറയും, അടി കിട്ടും. എന്നിട്ട് വീട്ടിൽ പോയി പറയുമ്പോൾ വീണ്ടും അടി കിട്ടും. ആ ഒത്തിരി കാര്യങ്ങളൊക്കെ ഞങ്ങളെ ഒത്തിരി തിരുത്തുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ജീവിതത്തില്. ആയതിനാല് മുൻപോട്ടുള്ള ജീവിതത്തില് ഒരു യാഥാസ്ഥിതിക ബോധത്തില്, റിയാലിറ്റിയിൽ ജീവിക്കുവാനായിട്ട് സാധിക്കണം. ഇമാജിനറി ലോകത്തിൽ നിന്നൊക്കെ മാറി, ഫാന്റസിയുടെ ലോകത്തിൽ നിന്നൊക്കെ മാറി എപ്പോഴും യാഥാസ്ഥിതിക ബോധത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് നിങ്ങളെല്ലാവരെയും ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന ധീര പടയാളികളെ മാറുവാനായിട്ട് നിങ്ങൾക്ക് അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാർഷികോത്സവം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു.